അസ്സലാമു അലൈക്കും. ഈ വീഡിയോ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുറച്ച് അച്ചാറുകൾ, കുറച്ച് സ്പെഷ്യലായിട്ടുള്ള അച്ചാറുകളുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. വേണ്ട ആൾക്കാർ ഓർഡർ ചെയ്യുക. അത് ഞാൻ പിന്നെ കുറച്ച് ആൾക്കാർ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇട്ടതാണ്. ഇതൊക്കെ ഫുള്ള് നമ്മൾ സാധാരണ അച്ചാറിനേക്കാളും ഒരുപാട് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. പിന്നെ ഇതിൽ മുരിങ്ങൻ്റെ അച്ചാറുണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, കറിവേപ്പിൻ്റെ ചമ്മന്തിപ്പൊടി ഉണ്ട്. അതെല്ലാം നമ്മളെ വീട്ടിലുള്ള മുരിങ്ങയും കറിവേപ്പിലും എടുത്തിട്ട് ഓർഗാനിക് ആയിട്ടുള്ള പിന്നെ ഒരു കെമിക്കലും ചേർക്കാത്ത നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ. നമ്മൾ വീട്ടിലുള്ള മുരിങ്ങയിലും കറിവേപ്പിലയും ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് ഉണക്കിയെടുത്ത് ക്ലീനാക്കി ഉണക്കിയെടുത്ത പിന്നെ പൊടിച്ചിട്ടുണ്ടാക്കിയ ചമ്മന്തിപ്പൊടിയും പൊടികളാണ്, മുരിങ്ങാപ്പൊടിയൊക്കെയാണ് കേട്ടോ. വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടോ. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ മുരിങ്ങയല്ല, അതേപോലെ കറിവേപ്പില നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയല്ല, എല്ലാം നമ്മളെ വീട്ടിലുള്ള മുരിങ്ങയും പിന്നെ കറിവേപ്പിലും വെച്ച് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ താഴെ ഞാൻ നമ്പർ കൊടുക്കുക, ഓർഡർ ചെയ്ത് വാങ്ങിക്കാനുള്ള നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആൾക്കാർ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ വാട്സാപ്പ് ചെയ്യണമെങ്കിൽ വാട്സാപ്പ് ചെയ്യുക, കോൾ ചെയ്തിട്ട് പിന്നെ ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യുക. മെയിൻ പിന്നെ വാട്സാപ്പ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഓർഡർ എടുക്കാനൊന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കൊറിയർ ചെയ്തെങ്കിൽ കൊറിയർ ചെയ്തും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അല്ലെങ്കിൽ ഓർഡർ ഇവിടെ അടുത്തുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എത്തിച്ച് തരുന്നതും ചെയ്യുന്നതാണ്. ഇത് മുരിങ്ങൻ്റെ പൊടി. ഇത് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം എല്ലാവർക്കും അറിഞ്ഞിരുന്നു. ഇത് ഒരുപാട് ഇതുകൊണ്ട് നമുക്ക് പിന്നെ സൂപ്പ് ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് മുട്ടയിൽ മിക്സ് ചെയ്യുക, അതേമാതിരി കുറച്ച് പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ നമ്മൾ ചേർക്കാൻ പറ്റുന്നത് അടിപൊളി മിക്സാണത്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക. ഇത് തക്കാളിയും കൊണ്ടുള്ള അച്ചാർ. ഇതൊന്നും ആരും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അത് അടിപൊളി നല്ല ടേസ്റ്റാണ്. കുറച്ച് വെറൈറ്റി അച്ചാറ്, നല്ല ടേസ്റ്റിന് കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നമുക്കൊരു കറി ഇല്ലെങ്കിലും ഇത് മാത്രം മതി. ഇത് നെല്ലിക്കച്ചാർ, നല്ല അടിപൊളി നല്ല ടേസ്റ്റാണ് നെല്ലിക്കച്ചാർ. അപ്പോൾ ഞാൻ പറയേണ്ട എല്ലാവർക്കും അറിയണത് നല്ല അടിപൊളി അച്ചാറാണ് നെല്ലിക്കച്ചാർ. ഇത് കറിവേപ്പില അച്ചാർ, ഇത് കറിവേപ്പിലുണ്ട്. ഇത് മുരിങ്ങൻ്റെ അച്ചാർ, ഇത് മല്ലിച്ചപ്പും പുതിനൻ്റെ അച്ചാർ. ഇതൊക്കെ വെറൈറ്റി അച്ചാറാണ് കേട്ടോ. ഈ മൂന്നും മല്ലിച്ചപ്പും പുതിന നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് തൈരിൻ്റെ കൂടെ, വറുത്ത ചോറിൻ്റെ കൂടെ മാത്രം, കഞ്ഞിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. 3 ഐറ്റംസ് ഉണ്ട്. ഇത് കറിവേപ്പില, ഇത് മുരിങ്ങൻ്റെ, ഇത് മല്ലിച്ചപ്പും പുതിന. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇത് കൈപ്പക്കൻ്റെ അച്ചാറുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല, നല്ല ടേസ്റ്റല്ലേ. ഇത് ഈത്തപ്പഴം നാരങ്ങ ഇട്ടിട്ടുള്ളതാണ്. ഇതും തന്നെ നല്ല ടേസ്റ്റാണ്. ഇത് കറിവേപ്പിൻ്റെ പൊടി, കറിവേപ്പിൻ്റെയും ഇതിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള മിക്സ് നമ്മൾ ചേർത്തിട്ടുള്ളൊരു കറിവേപ്പില. അത് കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ വെറുതെ മിക്സ് ചെയ്തിട്ട് തൈരിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു പിന്നെ ചമ്മന്തിപ്പൊടിയാണ്. അതുതന്നെ ഇതേപോലുള്ളതാണ് മുരിങ്ങൻ്റെയും തന്നെ. ഇതിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അത് നല്ല അടിപൊളിയാണ്. ഇതും ഞാൻ പറഞ്ഞ പോലെ കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തൈര് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇങ്ങനെ ഒരു 9 ഐറ്റംസ് വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതടക്കം 10 എണ്ണം മുരിങ്ങൻ്റെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് അടിപൊളിയാണ്. വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. ഇതധികം സ്റ്റോക്കൊന്നുമില്ല. വേണ്ട ആൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ കൊറിയർ ചെയ്ത് തരാം. വേണ്ട ആൾക്കാർക്ക് വന്ന് വാങ്ങിക്കുക, അല്ലാത്ത ആൾക്കാർക്ക് ഞാൻ എത്തിച്ചു തരുന്നതാണ്. ഇത് നല്ല ഓർഗാനിക് മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങൻ്റെ പൊടിയാണ്. അത് നല്ല ഒരുപാട് ഗുണമുള്ളതാണ്. പിന്നെ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ള മുരിങ്ങ ഉണക്കി പൊടിച്ചെടുത്തതാണ്. അത് അടിപൊളിയാണ്. നല്ല മുരിങ്ങൻ്റെ പിന്നെ പൊടിയാണത്. ഓർഗാനിക്കാണ് കേട്ടോ. കാരണം നമ്മൾ വേറെ എവിടുന്ന് പിന്നെ കളക്ട് ചെയ്തെടുത്തതൊന്നും അല്ല. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ മുരിങ്ങ നമ്മൾ ഉണക്കി പൊടിച്ചതാണ്. ഇത് ഒരുപാട് ഗുണമുള്ളതാണ്. മുരിങ്ങ കൊണ്ട് പിന്നെ മുരിങ്ങ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം, അതേപോലെ വെള്ളം കലക്കിയിട്ട് രാവിലെ നമുക്ക് കുടിക്കണമെങ്കിൽ കുടിക്കാം. പിന്നെ നമ്മളെ ഒരുപാട് ഹെൽത്തിന് ഒരുപാടുള്ള ഗുണമുള്ളൊരു സാധനമാണ് മുരിങ്ങ. ഇത് വേണ്ട ആൾക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടെ. ഇത് അധികം സ്റ്റോക്കൊന്നും എൻ്റെ അടുത്തില്ല. കാരണം നമ്മളെ വീട്ടിലുള്ള മുരിങ്ങ ഉണക്കി പൊടിച്ചെടുത്തതാണത്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണത്. കാരണം ഞാൻ രാവിലെ എണീറ്റേക്ക് വെള്ളം കലക്കിയിട്ട് നമ്മൾ ചെറിയ സൂപ്പ് പോലെ കൊടുക്കും. അങ്ങനെ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ പിന്നെ വീഡിയോ ഇട്ട് കാണിച്ചു തരാം അതെന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നെ വേറെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തന്നെ എൻ്റെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. ദോശ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്.